ഫ്ലൈറ്റിൽ ഉംറക്ക് പോകുമ്പോൾ, അല്ലാത്ത സമയത്ത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മീക്കാത്ത് കൂടെ തന്നെ പോവുക. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ജിദ്ദയിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ സഹോദരനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ജിദ്ദയിൽ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒന്ന് ജിദ്ദയിൽ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് തങ്ങിയിട്ട് പിന്നെ ഉംറക്ക് പോകാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇവിടെ തന്നെ ഇഹ്റാം കെട്ടി പോകണം, അതല്ല അവിടെ പോയിട്ട് ജിദ്ദയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഹ്റാം കെട്ടിയിട്ട് പോയാൽ മതിയെന്ന്. ഒരാൾ ഉംറ ഉദ്ദേശിക്കുന്നയാളാണെങ്കിൽ അയാൾ മീഖാത്ത് ഇഹ്റാമോട് കൂടിയല്ലാതെ കടക്കാൻ പാടില്ല. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ജിദ്ദന്റെ മുന്നേ മീഖാത്ത് കഴിയും. അപ്പോൾ മീഖാത്ത് കടക്കണമെങ്കിൽ എന്തു വേണം? ഇഹ്റാം വേണം. കാരണം അയാളുടെ മനസ്സിൽ ഉംറ ചെയ്യണം എന്ന നിയ്യത്ത് ഉണ്ട്. ഇല്ല എങ്കിൽ അയാൾ ജിദ്ദയിൽ എത്തിയ ശേഷം പിന്നീട് ഉംറക്ക് പോകുമ്പോൾ വീണ്ടും മീഖാത്തിൽ പോയി, തൻഈമിലല്ല, മസ്ജിദ് ആയിഷയിലല്ല, മീഖാത്തിലേക്ക് പോയി അവിടുന്ന് ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ ഉംറക്ക് പോകണം. ഇല്ല എങ്കിൽ ജിദ്ദയിൽ തന്നെ ഇഹ്റാം കെട്ടി പോയിട്ട് ഉംറ ചെയ്താൽ അയാൾക്ക് ഉംറയോടൊപ്പം ഒരു അറവ് കൂടി ബാധക. പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യണം? ഒരു അറവ് കൂടി ഉണ്ടാകും. ഉംറ മാത്രമല്ല, ഉംറന്റെ കൂടെ ഒരു ആടിനെ അറുക്കണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജിദ്ദയിൽ പോയിട്ട് അവിടുന്ന് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവിടുന്ന് പിന്നെ വീണ്ടും മീക്കാത്തിലേക്ക് പോകുക. മീക്കാത്തിന് ഇഹ്റാമൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യുക? കാരണം മീക്കാത്ത് മുറിച്ച് കടന്ന് ഇഹ്റാമോട് കൂടി അല്ലാതെ മുറിച്ച് കടന്ന ഒരാൾ അയാൾ വീണ്ടും മീക്കാത്തിൽ വന്നിട്ട് ഇഹ്റാം കെട്ടിയിട്ട് ഉംറക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ മടങ്ങാതെ അയാൾ അവിടുന്ന് തന്നെ ഇഹ്റാം കെട്ടിയിട്ട് നിർവഹിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. അതാണ് എന്ത്? അറവ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്ലൈറ്റിൽ പോകുന്നവർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടിയിട്ട് പോവുക. ഫ്ലൈറ്റിൽ നിന്ന് കെട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല സഹോദരങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രം നമ്മൾ കെട്ടുന്ന സമയത്ത് അടിവസ്ത്രം ധരിക്കാൻ പാടില്ല. ഫ്ലൈറ്റിലൊക്കെ പോകും, എല്ലാവരും ഉംറക്ക് പോകുന്ന എല്ലാവരും അടിവസ്ത്രം ഇടാതെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിന് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അടിവസ്ത്രം ഇടും, പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്യാനൊക്കെ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിയുന്നതും എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് പോകുന്നതാണ് എന്ത്? ഉചിതം. അടിവസ്ത്രം ധരിക്കേണ്ടതിന് എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായി അൽഹംദുലില്ലാഹ് ദിക്റിൻ്റെയും ദുആൻ്റെയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നൊക്കെ സമയമാണ്. മറ്റുള്ള ചിന്തകളോ കാര്യങ്ങളൊന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതാണ് അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഏതായാലും ഇഹ്റാമോട് കൂടിയല്ലാതെ എന്ത് ചെയ്യരുത്? മീഖാത്ത് മുറിച്ച് കടക്കാൻ പാടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉംറക്ക് പോകുന്ന സമയത്ത്, കാരണം ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒറ്റക്കായിരിക്കും, കുടുംബവും സ്വന്തമായിരിക്കും, ചിലപ്പോൾ ഹംലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പറഞ്ഞൊരു ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് അവിടെ ജിദ്ദയിലെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമൊക്കെ ധരിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകും അല്ലേ? ഒരാൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കാതെ, അഥവാ സാധാരണ ധരിക്കുന്ന നെയ്ത വസ്ത്രം ഒഴിവാക്കി ഇഹ്റാമിൻ്റെ ഇസാറും റിദാവും, മുകളിലിടുന്ന പുതപ്പും അടിയിലെടുക്കുന്ന തുണിയും, ഇത് രണ്ടും അല്ലാതെ മറ്റു വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഉംറയിൽ പ്രവേശിച്ചാൽ അയാൾക്ക് എന്ത് ബാധകമാവും? അയാൾ ഒരു മുഹരിമായ ഇഹ്റാം പ്രവേശിച്ച ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു, അയാൾക്ക് പിന്നെ അറവ് ബാധകമാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടിപ്പോയി നേരെ ഉംറക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഖൈർ. അല്ലെങ്കിൽ പിന്നെ ജിദ്ദയിൽ എത്തുകയാണെങ്കിൽ ഇവിടുന്ന് പിന്നെ മീഖാത്ത് നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കരുത്. മറിച്ച് അവിടെ ജിദ്ദയിൽ എത്തിയ ശേഷം ഇൻഷാ അല്ലാഹ് പിന്നീട് മീഖാത്തിലൊക്കെ പോയിട്ട് മീഖാത്തിന് എന്ത് ചെയ്യുക? അവിടുന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് വീണ്ടും ഉംറക്ക് വേണ്ടി പോകുക. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.